നമസ്കാരം. എന്താണ് ലോകത്ത് നടക്കുന്നത് അല്ലേ? പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരുടെയും നെഞ്ചൊന്ന് കാളും. വിശ്വസിക്കാൻ പോലും കഴിയാത്തത്ര ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല. അന്ന് ആ വൈകുന്നേരം സ്പെയിനിൻ്റെ തീരത്ത് ഉയർന്നു പൊങ്ങിയ ആ കൂറ്റൻ ജനസാഗരം രാജ്യത്തിൻ്റെ അടിത്തറ തോണ്ടിയപ്പോൾ യൂറോപ്പ് ഒന്നടങ്കം ഞെട്ടിവിറച്ചു പോയ ആ ചരിത്ര സംഭവത്തെക്കുറിച്ചാണ്. വെറും 55 സൈനികർ മാത്രം കാവൽ നിന്ന അതിർത്തിയിലേക്ക് 50,000-ലേറെ വരുന്ന വൻ ജനക്കൂട്ടം അടിച്ചു കയറിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ഭരണകൂടം നടുങ്ങി നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. എന്നാൽ കേട്ടോളൂ, സ്പെയിനിൽ സംഭവിച്ച ആ ദയനീയമായ കാഴ്ച വെച്ച് ഒരിക്കലും ഇന്ത്യയെ അളക്കാൻ നോക്കേണ്ട. കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ ഇത്തരം കുടിയേറ്റ ദുരന്തങ്ങൾ ആവർത്തിച്ചാലും അത് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാമെന്ന് ഏതെങ്കിലും ശക്തികൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു തെറ്റാണ് പറ്റിയിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തിയും പരമാധികാരവും എന്താണെന്ന് ലോകത്തിനു മുന്നിൽ പലതവണ വിട്ടുവീഴ്ചയില്ലാതെ തെളിയിച്ചു കൊടുത്ത രാജ്യമാണിത്. വെറുമൊരു രാജ്യമല്ല ഭാരതം, മറിച്ച് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒരു അജയ്യമായ ശക്തിയാണ്. ആരുമത്ര പെട്ടെന്ന് കയറി മേയാൻ പറ്റിയ ഇടമല്ല ഇതെന്ന് നമ്മുടെ ഓരോ സൈനിക നീക്കത്തിലൂടെയും നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ന് അനിഷേധ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു ശക്തിയെയും നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. ഇത്തരം ഗുരുതരമായ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ രാജ്യം എന്നും സർവ്വസജ്ജമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറുമാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ മുന്നിലുള്ളത് ഒട്ടും നിസ്സാരമല്ലാത്ത സുരക്ഷാ ഭീഷണികളാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു വശത്ത് പാകിസ്ഥാനും മറുവശത്ത് ബംഗ്ലാദേശും നിൽക്കുമ്പോൾ മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റവും രാജ്യത്തിൻ്റെ സുരക്ഷയെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അയൽ രാജ്യങ്ങളിലെ കടുത്ത ദാരിദ്ര്യവും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം അവിടുത്തെ ജനങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഏറ്റവും വിചിത്രമായ സത്യം എന്തെന്നാൽ ഇന്ത്യയിൽ വന്ന് അഭയം തേടുന്ന ഇവർ തന്നെ പിന്നീട് ഇന്ത്യക്കെതിരെ തിരിയുന്ന നന്ദികേടാണ് നമ്മൾ കാണുന്നത്. ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളും വിഷം തുപ്പുന്ന പ്രസ്താവനകളും അരങ്ങേറുമ്പോൾ പോലും അനധികൃതമായി ഇന്ത്യയിൽ കയറിപ്പറ്റി ഇവിടെ സുഖമായി കഴിയുന്ന ആരും തിരികെ പോകാൻ തയ്യാറാകുന്നില്ല. ഇതാണ് വാസ്തവം. രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ഇവിടെ ജീവിച്ച് അവസാനം ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന ഈ നികൃഷ്ട പ്രവണതയെ ഇനിയൊരു നിമിഷം പോലും വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. ഇത്തരം രാജ്യദ്രോഹികളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യത്തിനെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് നാം ഉറക്കെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇതിനെ അസമീകൃത യുദ്ധം അഥവാ ഹൈബ്രിഡ് വാർഫെയർ എന്നാണ് വിളിക്കുന്നത്. ഒരു രാജ്യത്തിന് നേരിട്ട് സൈനികമായി ഇന്ത്യയോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ കഴിയാത്തപ്പോൾ അവർ കുടിയേറ്റത്തെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കും. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ മനഃപൂർവ്വം ഇളക്കിവിട്ട് അയൽ രാജ്യത്തേക്ക് അടിച്ചു കയറ്റി വിടുകയോ അല്ലെങ്കിൽ അതിർത്തിയിലെ നിരീക്ഷണം ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ സാമൂഹിക ഘടന തകർക്കുകയോ ചെയ്യാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ ഇന്ത്യൻ സൈന്യവും ഭരണകൂടവും അതിനുള്ള അതിശക്തമായ മറുപടി നൽകാൻ എപ്പോഴും സജ്ജമാണ്. ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ എന്ത് സംഭവ വികാസങ്ങൾ ഉണ്ടായാലും നമ്മുടെ അതിർത്തികൾ കടന്ന് ആരും ഇങ്ങോട്ട് കയറി വരാൻ നോക്കേണ്ടതില്ല. രാജ്യത്തിൻ്റെ സുരക്ഷയാണ് എക്കാലത്തും നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും മുൻകൂട്ടി കണ്ട് തകർക്കാൻ നമ്മുടെ സേന സജ്ജമാണ്. മുൻ ഇന്ത്യൻ ആർമി ഓഫീസർ സഞ്ജയ് അഗർവാൾ സൺഡേ ഗാർഡിയനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാൻ ചെറിയ സാധ്യതയുള്ള പഴുതുകൾ പോലും ഓരോന്നായി അടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. നമ്മുടെ സായുധ സേനയുടെ ഓരോ നിരീക്ഷണവും ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും തുടക്കത്തിൽ തന്നെ തകർത്തെറിയാൻ പര്യാപ്തമാണ്. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ രാജ്യത്തിൻ്റെ സുരക്ഷയെ കൂടുതൽ സുദൃഢമാക്കുന്നു. അതിർത്തികളിൽ അതിനൂതനമായി ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ പരിശോധനകളും നിരീക്ഷണ സംവിധാനങ്ങളും ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നിമിഷ നേരം കൊണ്ട് നേരിടാൻ നമ്മുടെ സേനയെ പ്രാപ്തമാക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അതിർത്തി സുരക്ഷ ഇപ്പോൾ പൂർണ്ണമായും കവചിതമാക്കിയിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ ചെറുക്കാൻ അത്യാധുനിക റഡാറുകളും തെർമൽ ഇമേജിംഗ് ക്യാമറകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് അതിർത്തികളിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത്.
കൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തര കുടിയേറ്റ നിയമങ്ങളും അഭയാർത്ഥി മാർഗനിർദ്ദേശങ്ങളും കോടതി തീരുമാനങ്ങളും ഇനി മുതൽ അതിശക്തവും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതുമായിരിക്കും. നിയമത്തിലെ ചെറിയൊരു പഴുതുപോലും മുതലെടുത്ത് നമ്മുടെ രാജ്യത്തേക്ക് ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കുമെതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത ശക്തമായ നടപടികൾ തന്നെ ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്നതിൽ നമ്മുടെ സേന പുലർത്തുന്ന ജാഗ്രത ലോകത്തിന് തന്നെ മാതൃകയാണ്. നിയമവ്യവസ്ഥയെ ധിക്കരിച്ച് മുന്നോട്ടു പോകാൻ ആരെയും അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇത്തരം കർശന നടപടികളിലൂടെ ഭരണകൂടം നൽകുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഘടകങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് നമ്മുടെ സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണ്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക കാര്യങ്ങൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള സംവിധാനങ്ങൾ വഴി തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും വോട്ടർ പട്ടികയുടെ സുരക്ഷയും കർശനമായി ഉറപ്പാക്കുന്നത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വ്യാജ തിരിച്ചറിയൽ രേഖകളും വ്യാജ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാക്കി നമ്മുടെ രാജ്യത്ത് വേരുറപ്പിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ വേരോടെ പിഴുതെറിയാനും ഇന്ന് ഇന്ത്യക്കറിയാം. ആരുടെയും അനധികൃത കടന്നുകയറ്റങ്ങൾ ഇനി ഈ മണ്ണിൽ നടപ്പില്ലെന്ന് ഭരണകൂടം കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. നിയമങ്ങൾ ലംഘിച്ച് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഒരുവനെയും വെറുതെ വിടില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇത്തരം കർശനമായ നടപടികൾ അത്യന്താപേക്ഷിതമാണ്. വ്യാജ വോട്ടർമാരെയും നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി ഊർജിതമാക്കിയിട്ടുണ്ട്. സ്പെയിനിൽ സംഭവിച്ച പോലെയുള്ള ദുരന്തങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ നടന്നാലും ഇന്ത്യയെ ആ രീതിയിൽ പരീക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ അതിർത്തികൾ കാക്കുന്നത് സാധാരണക്കാരുടെയോ അലസരായ കാവൽക്കാരുടെയോ കൈകളിലല്ല, മറിച്ച് ഓരോ ഇഞ്ച് ഭൂമിയും ഇന്ത്യൻ സൈന്യത്തിന്റെ അതീവ ജാഗ്രതയിലുള്ള കാവലിലാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏത് കടുത്ത തീരുമാനമെടുക്കാനും ഭാരതം ഒരു നിമിഷം പോലും മടിക്കില്ല. സ്വന്തം രാജ്യത്തിന്റെ മണ്ണിൽ അന്യന്റെ അവിഹിതമായ കടന്നുകയറ്റം ഒരിക്കലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ കരുത്തുറ്റ ഇന്ത്യയുടെ മുന്നിൽ ഇത്തരം കുതന്ത്രങ്ങളെല്ലാം വെറും പുകയായി മാറും. ഈ രാജ്യത്തിന്റെ ഒരു തുണ്ട് ഭൂമി പോലും ആരുടെയും മുന്നിൽ അടിയറവ് വെക്കില്ലെന്ന് അടിവരയിട്ട് തെളിയിക്കുന്നതാണ് നമ്മുടെ ഓരോ സുരക്ഷാ മുൻകരുതലുകളും. രാജ്യത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ നോക്കുന്ന ഏത് വിദേശ ശക്തിയുടെയും വേരുകൾ പിഴുതെറിയാൻ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് സാധിക്കും. നമ്മുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ വരുന്നവന് എന്തു മറുപടിയാണ് നൽകേണ്ടതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. കാരണം ഭാരതം ഇനി ഒന്നിനും പിന്നോട്ടില്ല. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഈ മണ്ണിൽ ജനിച്ച ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധമാണ്. സുരക്ഷിതമായ ഒരു നാളേക്കായി നമ്മുടെ ഭരണകൂടവും സൈന്യവും നടത്തുന്ന ഇത്തരം കരുത്തുറ്റ നീക്കങ്ങൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ സുരക്ഷയെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്ന ഏതൊരു ശക്തിയെയും നേരിടാൻ നമ്മൾ എന്നും ഒരുക്കമാണ്. ഭാരതത്തിന്റെ ഈ കുതിപ്പ് തടയാൻ ആർക്കും സാധ്യമല്ല. കാരണം ഈ രാജ്യമെന്നും കരുത്തോടെ മുന്നോട്ട് തന്നെ കുതിക്കും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.